പൈത്തൻ്റെ മൂന്നാമത്തെ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ എങ്ങനെയാണ് അനാക്കോണ്ട നാവിഗേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പഠിച്ചു. അതിനുശേഷം ഈ ട്യൂട്ടോറിയൽ എങ്ങനെയാണ് ഒരു പുത്തൻ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നീ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായി നിങ്ങൾ അനാക്കോണ്ട നാവിഗേറ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എൻവിറോൺമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുത്തനൊരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ആയിരിക്കും തുറന്നു വരിക. അപ്പോൾ ആക്ച്വലി പൈത്തൺ ചെയ്യുന്നതിന് വേണ്ടി എന്തിനാണ് എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക പ്രൊജക്റ്റ് ചെയ്യാൻ നേരത്ത് അതിന് വേണ്ട പാക്കേജസ് എല്ലാം നമ്മളൊരു ഫോൾഡറിനകത്താണ് സേവ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് ആ പ്രൊജക്റ്റിന് വേണ്ട പാക്കേജസ് മാത്രം നമുക്കൊരു ഫോൾഡറിൽ സേവ് ചെയ്തിടാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊജക്റ്റിലേക്കോ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൾഡർ മാത്രം വീണ്ടും യൂസ് ചെയ്താൽ മതിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ അനാക്കോണ്ട നാവിഗേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് പ്രൊജക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഒരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കിതിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അനാക്കോണ്ട ഓപ്പൺ ആക്കി കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു എൻവിറോൺമെൻ്റ് ആണ് ബേസ് എന്ന് പറയുന്ന എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഈ ബേസ് എന്ന് പറയുന്ന എൻവിറോൺമെൻറ്റ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനാക്കോണ്ടയിൽ പല പാക്കേജസും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആവുന്നില്ല, ഇതിലെന്തോ എറർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് ഒരു പുത്തനൊരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന് നമുക്ക് വേണ്ട പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എററുകളൊക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ ഈ എൻവിറോൺമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ വിൻഡോയുടെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം, ഒരു പ്ലസ് ഐക്കണുള്ള. ഞാൻ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും തുറന്നു വരിക. അപ്പോൾ ഈ വിൻഡോയിൽ പൈത്തൺ നമ്മളിപ്പം പൈത്തൺ 3.6 വെച്ചിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഏത് പ്രോജക്റ്റിലാണോ, ഏത് പൈത്തൻ്റെ വേർഷനിലാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പൈത്തൻ്റെ പേര് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് ഇവിടെ നെയിമായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പൈത്തൺ 3.6 എന്നാണ് എൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ 3.6 പൈത്തൻ്റെ വേർഷൻ 3.6 ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പൈത്തൺ എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആർ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ആറിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റും കൂടെ ക്രിയേറ്റ് ആവുന്നതാണ്. ഈ ആർ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആക്ച്വലി ഡേറ്റ സയൻസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ്. അപ്പോൾ നമ്മൾ പൈത്തൺ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പൈത്തൺ അതിൻ്റെ വേർഷനായിട്ട് പൈത്തൺ 3.6 സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഹോം എന്ന് പറയുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഈ IDE ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ലോഞ്ച് എന്ന് പറയുന്ന ഒരു ബട്ടൺ എനേബിൾ ആവും. ആദ്യം ലോഞ്ച് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ആവാൻ കുറച്ച് സമയം എടുക്കും. ഇതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് താഴെ അനാക്കോണ്ടയുടെ താഴെ കാണാവുന്നതാണ്. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ബ്രൗസറിൽ ഡിഫോൾട്ടായിട്ട് എനേബിൾ ആയി കിടക്കുന്ന ഏത് ബ്രൗസറാണോ ആ ബ്രൗസറിൽ ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും തുറന്നു വരിക. ഇതെന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ യൂസറിൻ്റെ പേരൻറ്റ് ഡയറക്ടറിയാണ്. അപ്പോൾ എൻ്റെ പേരൻറ്റ് ഡയറക്ടറിയിലുള്ള ഫോൾഡേഴ്സൊക്കെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ പ്രോജക്ട്സ് സേവ് ചെയ്തതെന്ന്. ഇപ്പോൾ ഇൻ കേസ് നമ്മളുടെ അനാക്കോണ്ട നാവിഗേറ്റർ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാലും നമുക്ക് ആ പ്രോജക്ട്സ് എല്ലാം നമ്മുടെ യൂസേഴ്സ് ഡയറക്ടറിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിടപ്പുണ്ടായിരിക്കും. ഇനിയൊരു പുത്തൻ ഫോൾഡർ ഉണ്ടാക്കി നമ്മളുടെ പ്രൊജക്ട്സ് എല്ലാം ആ ഫോൾഡറിലായിരിക്കും നമ്മൾ സേവ് ചെയ്തതെന്ന്. അതിന് വേണ്ടി റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഫോൾഡർ നിങ്ങളുടെ ഡയറക്ടറിയിൽ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെക്ക് മാർക്കുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ചെക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് റിനെയിം, മൂവ് എന്ന് പറയുന്ന ഡിലീറ്റ് ഈ ഓപ്ഷൻസ് എനേബിൾ ആവും. അപ്പോൾ അതിൽ റിനെയിം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റ് റിനെയിം ചെയ്യാവുന്നതാണ്. ഞാൻ മൈ പ്രൊജക്ട്സ് എന്നാണ് ഈ പ്രൊജക്റ്റിന് നെയിം കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഏത് പേരാണോ കൊടുത്തത് ആ റിനെയിം ചെയ്ത നെയിമിൽ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആവും. ഞാൻ ഇപ്പോൾ മൈ പ്രൊജക്ട്സ് എന്നാണ് എൻ്റെ ഫോൾഡറിന് പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആവും. അതിനുശേഷം ഈ
ഫോൾഡറിൻ്റെ മുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വരത്തില്ല, കറക്റ്റ് ഈ ഫോൾഡറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഇത് ഓപ്പണായി വരത്തുള്ളൂ. ആ ഫോൾഡർ ഓപ്പൺ ആയതിന് ശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ ന്യൂ എന്ന ബട്ടണിൽ പൈത്തൺ 3 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം പൈത്തൺ 3ക്ക് വേണ്ടിയിട്ടുള്ള ഒരു IPNB ഫയലായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇതേപോലെ ഒരു ഫയലായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇതാണ് നിങ്ങളുടെ പൈത്തൺ ചെയ്യാനായിട്ടുള്ള ജൂപ്പിറ്ററിൻ്റെ എൻവയോൺമെൻറ്റ് ഇപ്പം ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പൈത്തണിൻ്റെ സ്ക്രിപ്റ്റ് റൺ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ ഈ ജൂപ്പിറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹെഡിങ് ഞാൻ ഈ ആക്ച്വലി ഈ ട്യൂട്ടോറിയൽ ചെയ്തിരിക്കുന്ന ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ഞാൻ ഇമേജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ടെക്സ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ്, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ്, ഇങ്ങനെ ഓരോ ടെക്സ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് വീഡിയോ, ജിഫ്, അതേപോലുള്ള പല ഫോർമാറ്റിലുള്ള ഫയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്നതിനനുസരിച്ച് നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും. ഈ ട്യൂട്ടോറിയൽ സിമ്പിളായിട്ട് എങ്ങനെ അനാക്കോണ്ടയിലൊരു ജൂപ്പിറ്റർ നമുക്ക് പൈത്തൺ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു IDE എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി നെക്സ്റ്റ് ട്യൂട്ടോറിയൽ തൊട്ട് നമ്മൾ പൈത്തൻ്റെ കോഡിങ് തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഏത് പ്രോഗ്രാമിംഗ് ആയാലും നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പം പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് സ്ട്രാറ്റജീസും അതെങ്ങനെയാണ് ഒരു ഗുഡ് പ്രോഗ്രാം നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു അൽഗോരിതം എഴുതേണ്ടത്, എങ്ങനെയാണ് ഒരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.